വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ കട്ടപ്പന ഇരട്ടക്കൊലപാതകം പ്രതി നിതീഷ് കുറ്റം സമ്മതിച്ചു. വിജയനെയും നവജാത ശിശുവിനെയും കൊലപ്പെടുത്തിയെന്ന പ്രതി സമ്മതിച്ചിരിക്കുകയാണ്. വീട്ടിൽ ഉടൻ പരിശോധന നടത്തും. ബിനീഷ് ആന്റണിയുടെ വിശദാംശങ്ങളുമായി. ബിനീഷ്, നാടിനേറെ നടുക്കിയൊരു സംഭവം തന്നെയായിരുന്നു ഈ ഇരട്ടക്കൊലപാതകം. പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇപ്പോൾ പ്രതി കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് മൊഴിയിൽ പറയുന്നത്? അതുപോലെ തന്നെ എന്തൊക്കെയായിരിക്കും തുടർ നടപടികൾ? ഭദ്ര, പൂർണ്ണമായുള്ള മൊഴി പോലീസിന്റെ പക്കൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഏതായാലും അല്പസമയത്തിനകം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നിതീഷ് കുറ്റം സമ്മതിച്ചിരിക്കുന്നത് പിതാവിനെയും അതോടൊപ്പം തന്നെ കുഞ്ഞിനെയും കൊലപ്പെടുത്തി എന്നുള്ള ഒരു കുറ്റസമ്മതം നിതീഷിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. 2016 ഈ വിഷ്ണുവിന്റെ സഹോദരിയുടെ കുഞ്ഞിനെ കൊന്നതെന്നും അതോടൊപ്പം തന്നെ പിതാവിനെ മാസങ്ങൾക്ക് മുമ്പ് കൊലപ്പെടുത്തിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വീടിന്റെ തറ പൊട്ടിച്ച് അതിലാണ് മൃതദേഹം അടക്കി എന്നുള്ള വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഏതായാലും ഈ നിതീഷ് വിഷ്ണുവിന്റെ ഫ്രണ്ടാണ്. വിഷ്ണുവിന്റെ വീട്ടിലായിരുന്നു നിതീഷ് വർഷങ്ങളായി താമസിക്കുന്നത്. അത്തരത്തിൽ 2016 നിതീഷ് ഇവിടെ എത്തിയതും പിന്നീട് ഈ കുഞ്ഞിനെ നവജാത ശിശുവിനെ അടക്കം കൊന്നതടക്കമുള്ള പ്രത്യേക വെളിപ്പെടുത്തലുകൾ എത്തുന്നത്. ഏതായാലും ഈ നിതീഷ് മന്ത്രവാദിയാണെന്നും അതോടൊപ്പം തന്നെ ആഭിചാര ക്രിയകൾ നടത്തുന്ന വ്യക്തിയാണെന്നുള്ള ഒരു അഭ്യൂഹമെല്ലാം ഇന്നലെ ഉണ്ടായിരുന്നു. ഏതായാലും അതിന്റെ ഒരു വ്യക്തത പോലീസിൽ നിന്ന് ലഭ്യമായിട്ടില്ല. ഏതായാലും പോലീസ് വിശദമായി തന്നെ അതെല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും കൊലപാതകം ചെയ്തത് നിതീഷ് സമ്മതിച്ചിരിക്കുന്നു. പിതാവിനെയും ഈ നവജാത ശിശുവിനുമാണ് കൊന്നിരിക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ നിതീഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് മോഷണ കേസിലാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇനി കോടതിയിൽ ഹാജരാക്കേണ്ടിയിരിക്കുന്നു. അതിനൊപ്പം തന്നെ ഈ കൊലപാതക കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി FIR ഇട്ട ശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കിയ ശേഷം വീണ്ടും ഈ കൊലപാതക കേസിൽ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ ഒരു തീരുമാനം. അതിനുശേഷമായിരിക്കും നിതീഷിനെ ഈ വീട്ടിലെത്തിച്ച് കട്ടപ്പനയിൽ വീട്ടിലെത്തിച്ച് ബാക്കിയുള്ള അന്വേഷണങ്ങൾ നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഇടുക്കി SP അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ഈ നിതീഷിനെ ഈ മോഷണ കേസുമായി കസ്റ്റഡിയിൽ വാങ്ങിയ നിതീഷിനെ ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിലാണ് ഈ വലിയൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. കൊലപാതകം അടക്കമുള്ള തെളിവായി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഇനിയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് മുമ്പോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ എത്രയും പെട്ടെന്ന് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക തന്നെയാണ് പോലീസിന്റെ ഒരു ലക്ഷ്യം. എന്തിനായിരിക്കാം ഈ വിഷ്ണുവിന്റെ പിതാവിനെയും അതോടൊപ്പം തന്നെ നവജാത ശിശുവിനെയും വന്നത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വീട്ടുകാർ അറിയാതെ അത്തരത്തിൽ ഒരു കൊലപാതകം നടത്തിയോ അല്ലെങ്കിൽ വീട്ടുകാർക്ക് അറിയാവോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ആരായുന്നുണ്ട്. ഏതായാലും ഈ കൊലപാതക കുറ്റം സമ്മതിച്ചിരിക്കുകയാണ് നിതീഷ്. ഭദ്ര. ശരി, ബിനീഷ് ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കട്ടപ്പന ഇരട്ട കൊലപാതകത്തിലെ പ്രതി നിതീഷ് കുറ്റം സമ്മതിച്ചിരിക്കുന്നു. വിജയനെയും നവജാത ശിശുവിനെയും കൊലപ്പെടുത്തിയെന്നാണ് മൊഴിയിൽ പറയുന്നത്. മറ്റ് വിവരങ്ങൾക്കായി നിതീഷിനെ കൂടുതൽ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. അതേസമയം വീട്ടിൽ ഉടൻ പരിശോധന നടത്തും. മറ്റാർക്കെങ്കിലും ഈ കേസുമായി ബന്ധമുണ്ടോ എന്നുള്ളതും അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. ബിനീഷ് ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ തൃശൂർ വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ